ഹായ് ഗായ്സ്, എത്ര തരം നിറം കുറഞ്ഞിട്ടുള്ള ആൾക്കാരും ഞാൻ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഒരു റെമഡി ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കേട്ടോ. നമുക്കിത് മാസങ്ങളാളോ അല്ലെങ്കിൽ ദിവസങ്ങളാളോ ഒന്നും തന്നെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ആയിരിക്കും റിസൾട്ട് കിട്ടുക. ഇൻസ്റ്റൻറ്റ് സ്കിൻ ബ്രൈറ്റനിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് സ്കിൻ ബ്രൈറ്റനിങ് കിട്ടുമെന്നും പറഞ്ഞിട്ട് ആരും ഇത് ഡെയിലി എടുത്ത് ചെയ്യാൻ പാടുള്ളതായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്കിത് ആഴ്ചയിൽ 1-2 തവണ മാത്രം മതി. ആരും ഇത് ഡെയിലി ചെയ്യരുത്. ഞാനിത് വീണ്ടും പറയുകയാണ്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് വന്നിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ 2 തവണ മാത്രം ഇത് ചെയ്താൽ മതി, 1 അല്ലെങ്കിൽ 2 തവണ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു കൂട്ടുണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ്. അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കി കാണാം. ഇതെങ്ങനെ ഉണ്ടാക്കിയത്, ഇത് എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു തക്കാളിയാണ്, ഒരു കുഞ്ഞു തക്കാളി കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഞാൻ കാര്യം പറഞ്ഞില്ല. നമ്മളിത് പീൽ ഓഫ് മാസ്ക് ആണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഞാനിപ്പോൾ കുരു എടുക്കുന്നില്ല, കാരണം എനിക്കിപ്പോൾ പീരിയഡ്സിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഫേസിൽ 1-2 കുരുക്കളൊക്കെ തല പൊക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തക്കാളിയുടെ കുരു എടുക്കുന്നില്ല, കാരണം കുരുവിൽ ഓയിൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ നീര് മാത്രം എടുക്കുന്നുള്ളൂ. നമ്മൾ അരിപ്പ് ഉപയോഗിച്ചിട്ട് അതിനകത്തേക്ക് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം, നീര് മാത്രമായിട്ട് അങ്ങ് സ്ക്വീസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്തെടുക്കാൻ പോകുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. അതിപ്പോൾ ഏത് മഞ്ഞളാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കസ്തൂരി മഞ്ഞളാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ, നോർമൽ മഞ്ഞളാണെങ്കിൽ എല്ലാം അങ്ങനെ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് അത് ഉപയോഗിക്കാനായിട്ട് നോക്കുക. ആ ഒരു ഇച്ചിരി മതി, നിർബന്ധമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം എനിക്കിത് കയ്യിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഫേസിൽ അത്രതായിട്ട് തോന്നിയില്ല, പക്ഷേ കയ്യിൽ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് വെല്ലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇച്ചിരി യെല്ലോ ടിൻ്റുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എടുത്താൽ നല്ലതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മളൊരു 1/4 ടീസ്പൂൺ ചേർത്തു. പിന്നീട് നമ്മൾ ചേർത്തെടുക്കാൻ പോകുന്നത് നമ്മുടെ കോഫി പൗഡറാണ് കേട്ടോ. കോഫി പൗഡർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ തന്നെ എടുത്തു എന്നും പറഞ്ഞ് തന്നെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡിൻ്റെ ഒരു കോഫി പൗഡർ എടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂണാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു കണക്കിനാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു കുഞ്ഞ് തക്കാളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ 1 ടീസ്പൂൺ കോഫി പൗഡർ. അപ്പോൾ ഞാൻ 2 കൂടെ സാഷാണ് ഇടുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർത്തെടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ. ചാർക്കോളിൻ്റെ പീൽ ഓഫ് മാസ്ക് ആണ്. അപ്പോൾ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തന്നെയല്ല, നിങ്ങളുടെ കയ്യിൽ ഏത് പീൽ ഓഫ് മാസ്ക് ആണെങ്കിലും നിങ്ങൾക്ക് അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞങ്ങളൊന്നും പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യുന്നില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ജലാറ്റിൻ നമുക്ക് പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കുന്ന വീഡിയോക്ക് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജലാറ്റിൻ ചേർത്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് അങ്ങ് ചെയ്ത് കൊണ്ടുവന്നാൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഓൾറെഡി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് അത് ഇതിനകത്തേക്ക് 1-2 ടീസ്പൂൺ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും കൂടി നന്നായിട്ട് ചേർത്ത് എല്ലാം കൂടി അങ്ങ് മിക്സാക്കി കൊണ്ടുവരാം. കഴിഞ്ഞിട്ടില്ല, നമ്മൾ ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർത്തെടുക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ മുൾട്ടാനി മിറ്റിയുടെ പൗഡറാണ്. മുൾട്ടാനി മിറ്റി ഞാനിവിടെ 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഒരു കൂട്ടിച്ചിരി കൂടി തിക്കായിട്ട് വരാനും അതുപോലെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തത് വലിക്കുന്ന സമയത്ത് ഒരുപാട് പെയിനൊന്നും ഇല്ലാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പെയിനൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ രീതിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കൂട്ടും കൂടി ചേർത്ത് നല്ല രീതിക്ക് അങ്ങ് മിക്സാക്കി കൊണ്ടുവരികയാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു പീൽ ഓഫ് മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു റെമഡി എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ സ്കിൻ വൈറ്റനിങ് പീൽ ഓഫ് മാസ്ക് തന്നെയാണ്. കോഫിയുടെ മെയിൻ നമ്മൾ കോഫിയും തക്കാളിയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു റെമഡി ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഗൈസ്, ഞാനിവിടെ എൻ്റെ ഫേസിൽ ഫൗണ്ടേഷനോ ക്രീംസോ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഐബ്രോ ആൻഡ് ലിപ്സ്റ്റിക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാനിവിടെ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് വൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ ഫേസിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. വൈപ്പ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിക്ക് അഴുക്ക് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പീൽ ഓഫ് മാസ്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്ലൈ ചെയ്തിട്ട് ഞാൻ നല്ല കട്ടിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളൊരു നല്ല രീതിക്ക് തന്നെ കട്ടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 30 മിനിറ്റ് നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി ഫാനും ചവിട്ടിലൊക്കെ പോയി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. നമ്മുടെ മൂക്കുമേലും അതുപോലെ തന്നെ നമ്മുടെ താടിമേലൊക്കെ പെട്ടെന്ന് വേർക്കുന്നതുകൊണ്ട് ആ ഒരു ഭാഗത്തൊക്കെ ഇച്ചിരി ഇളകി പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇച്ചിരി കാറ്റ് ഉള്ളിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ. ഒരു 30
30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പീൽ ചെയ്ത് നോക്കാം, നമുക്ക് റിസൾട്ട് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വലിഞ്ഞ് മുറുകുന്നുണ്ട് കേട്ടോ. എനിക്ക് ചിരിക്കാനോ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. നല്ല രീതിക്ക് വലിഞ്ഞ് മുറുകിയിട്ടുണ്ട് ഫേസ്. ഇനി നമുക്കിത് പതുക്കെ പതുക്കെ ഒന്ന് മേലോട്ടേക്ക് നമുക്കിത് ഒന്ന് എന്താ പറയുക, അതിൻ്റെ പീൽ ചെയ്തെടുത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് പീൽ ചെയ്യുന്ന സമയത്ത് ഒരു കൈ നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ, നമ്മുടെ സ്കിന്നിന് മേലെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം മറ്റേ കൈ ഉപയോഗിച്ചിട്ട് പീൽ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഒരുപാട് അങ്ങ് സാഗ് ചെയ്യത്തില്ല. അപ്പോൾ അത് എപ്പോഴും നമ്മൾ പീൽ ഓഫ് മാസ്ക് ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പീൽ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് പതുക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് പീൽ ചെയ്തെടുക്കാനായിട്ട്. മേലേക്ക് വേണം പീൽ ചെയ്യാനായിട്ട്, താഴേക്ക് ഒരിക്കലും പീൽ ചെയ്ത് കൊണ്ടുവരരുത്. മേലേക്ക് പതുക്കെ വേണം പീൽ ചെയ്ത് കൊണ്ടുവരാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ഇതാ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു മാറ്റമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഞാൻ കളറുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ആ ഫീൽ ആവുന്നുണ്ട്. സ്കിൻ ഒന്നും കൂടി ഒരു ബ്രൈറ്റ് ലുക്ക് വന്ന പോലെ ഉണ്ട് എനിക്ക്. മുന്നത്തെ ആ ഒരു ഇത് കാണുമ്പോഴും ഇപ്പോഴത്തെ ആ ഒരു ഇത് കാണുമ്പോഴും നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. നമ്മളിതൊന്ന് കഴുകിച്ച് വരുന്നുണ്ട്. കഴുകി വന്നതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് നമ്മൾ ഇച്ചിരി ആലുവേറ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ സാഫ്രോൺ അലുവേറ ജെല്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ജെല്ല് കൂടി അപ്ലൈ ചെയ്ത് നമ്മൾ എന്തൊരു കാര്യം പാക്ക് ആണെങ്കിലും, അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ പീൽ ഓഫ് മാസ്ക് ഒക്കെ ആണെങ്കിലും നമ്മൾ എന്തൊരു DIY ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോം റെമഡി ചെയ്യുകയാണെങ്കിലും ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്ന് തന്നെ ഉപയോഗിച്ചോളൂ, നോ പ്രോബ്ലം. പക്ഷെ അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന ഈ ഒരു കാര്യം നിങ്ങളത് മറക്കാതെ ചെയ്യണം കേട്ടോ. ഒരു നല്ലൊരു മോയ്സ്ചറൈസർ, അതെല്ലാം മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെല്ലായിട്ട് ഉപയോഗിക്കാം. അലോവേറ ജെല്ലുണ്ട്, അതുപോലെ തന്നെ പല നമുക്ക് ജെൽ അവൈലബിൾ ആണ്, അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ, നമ്മുടെ ഫൈനൽ റിസൾട്ട് നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.